എയർഫോഴ്സ്, നേവി, ആർമി ഇതിലേക്കൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദിശ ആർമി എക്സാംസ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ.ഡി.എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി. അപ്പൊ 2026 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത്. ഇന്നലെയാണ് റിലീസ് ആയത്. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അപ്പം എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ എക്സാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. നാഷണൽ ലെവലിലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണിത്. അപ്പം എന്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ എക്സാം എന്ന് നോക്കാം. ആദ്യം തന്നെ NDAയുടെ 157th കോഴ്സിലേക്കുള്ളതാണ്. അതിൽ വരുന്നതാണ് ആർമി, നേവി, എയർഫോഴ്സ് വിങ്സ്. രണ്ടാമത്തേത് ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ 119th കോഴ്സിലേക്കുള്ളതാണ്. +2 കേഡറ്റ് എൻട്രി സ്കീമാണിത്. അപ്പൊ ഇതൊക്കെയാണ് എക്സാമിനെ കുറിച്ച് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കോഴ്സ് കമൻസ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് January 1, 2027 ആണ്. അപ്പൊ ഈ ഒരു വർഷം നിങ്ങളുടെ എക്സാംസും ബാക്കിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. ഇനി ക്രിട്ടിക്കൽ ടൈം ലൈനും ഇമ്പോർട്ടന്റ് ഡേറ്റ്സും നോക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയ ഡേറ്റ് എന്ന് പറയുന്നത് 10th December 2025 ആണ്. ഇന്നലെയാണ് ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയത്. ഇനി ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 30 December 2025 ആണ്. അപ്പൊ നിങ്ങൾക്ക് 20 ദിവസമാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈകിട്ട് 6 മണി 30 December 2025 6 മണി വരെയാണ് സമയമുള്ളത്. അപ്പൊ അതുവരെ കാത്തിരിക്കാതെ എല്ലാവരും മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് റിട്ടേൺ എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 12th April 2026 ആണ്. അപ്പൊ നമുക്കറിയാം UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ മുന്നേ തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതാണ്. 12th April 2026 ആണ്. ഇനി അടുത്തതായിട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് May 26 ആണ്. റിസൾട്ട് വരുന്ന ഡേറ്റ് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. May 26 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. May 2026. ഓക്കെ. അടുത്തത് 12th പാസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 12th പാസ് കഴിഞ്ഞവർക്കുള്ള എക്സാം ആണ്. അപ്പം അതിന്റെ പ്രൂഫ് സബ്മിഷൻ 10 December 2026 അപ്പം 10 ഡിസംബറിലാണ് നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് സബ്മിഷൻ ആയിട്ടുള്ള ഡേറ്റ് വരുന്നത്. ഓക്കെ. അടുത്തത് ഇനി വേക്കൻസീസ് നമുക്ക് നോക്കാം. അപ്പം ടോട്ടൽ വേക്കൻസീസ് NDAയിൽ വരുന്നത് ആർമി ആണെങ്കിൽ 208 ആണ്. NDA നേവി ആണെങ്കിൽ 42 ആണ്. NDA എയർഫോഴ്സ് ഫ്ലൈയിങ് ആണെങ്കിൽ 92 ആണ്. അതുപോലെ എയർഫോഴ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടി അത് ടെക്നിക്കൽ ആണെങ്കിൽ 18ഉം നോൺ ടെക്നിക്കൽ ആണെങ്കിൽ 10ഉം. അതേപോലെ INAയുടെ ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ ആണ് പറയുന്നത്. അത് 10+2 കേഡറ്റ് എൻട്രി ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവൽ ആണ്. അപ്പൊ മെയിൽ 21, ഫീമെയിൽ 3 അങ്ങനെ ടോട്ടൽ 24 ആണ് വേക്കൻസി വരുന്നത്. മെയിൽ ഫീമെയിൽ സ്പ്ലിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പം NDAയുടെ ആർമിയിലാണെങ്കിൽ മെയിലിന് 198 വേക്കൻസിയും ഫീമെയിലിന് 10 വേക്കൻസീസും അങ്ങനെ ടോട്ടൽ 208 വേക്കൻസീസ് ആണ് വരുന്നത്. പിന്നെ NDA നേവി എക്സിക്യൂട്ടീവ് ആണെങ്കിൽ മെയിൽ 37ഉം ഫീമെയിൽ 5ഉം അങ്ങനെ ടോട്ടൽ 42 വേക്കൻസീസ് ആണുള്ളത്. ഇനി NDA എയർഫോഴ്സ് ഫ്ലൈയിങ് ആണെങ്കിൽ മെയിൽ 90, ഫീമെയിൽ 2 ആണ് വരുന്നത് 92. NDA എയർഫോഴ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ മെയിൽ 16, അതുപോലെ ഫീമെയിൽ 2 ആണ് വരുന്നത്, ടോട്ടൽ 18 ആണ്. അടുത്തത് എയർഫോഴ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണെങ്കിൽ മെയിൽ 8, ഫീമെയിൽ 2, ടോട്ടൽ 10. അടുത്തത് നേവൽ അക്കാഡമിയുടെ +2 കേഡറ്റ് എൻട്രിക്കാണ്. മെയിൽ വരുന്നത് 21, ഫീമെയിൽ 3 അങ്ങനെ ടോട്ടൽ 24 വേക്കൻസീസ് ആണുള്ളത്. അപ്പൊ ഇത്രയാണ് വേക്കൻസീസ് വരുന്നത്. ഓക്കെ. ഇതെല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. ടോട്ടൽ വേക്കൻസീസ് അപ്പൊ എത്രയാണ്? 394 വേക്കൻസീസ് ആണ് ഇതിനെല്ലാം കൂടെ ചേർത്തുള്ളത്. അതിന്റെ സ്പ്ലിറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. ആദ്യം തന്നെ അക്കൗണ്ട് ക്രിയേഷൻ ആണ്. ഇതാണ് വെബ്സൈറ്റ് upsconline.nic.in upsconline.nic.in ഇതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ക്രിയേറ്റ് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ. അതിപ്പോ 1 ടൈം പാസ്വേഡ് ഇതൊക്കെ വെച്ചിട്ട് ഒരു യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്ത് URN പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് കോമൺ ആപ്ലിക്കേഷൻ ഫോം ആണ് വരുന്നത്. ഫോട്ടോഗ്രാഫും ലൈവ് ഫോട്ടോ ക്യാപ്ചറും ഒക്കെ വെച്ചിട്ട് ആ ഒരു ഫോം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അടുത്തത് എക്സാം സ്പെസിഫിക് മൊഡ്യൂൾ. അതിൽ വരുന്നത് സെലക്ട് സെന്റർ സെലക്ട് ചെയ്യുക, പ്രിഫറൻസ് സെലക്ട് ചെയ്യുക, പേ ഫീ ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടൽ വരുന്ന പ്രൊസീജിയർ ആണ് ഇതെല്ലാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. അടുത്തത് ഇനി ഫീ സ്ട്രക്ചർ നോക്കാം. എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീയും ആർക്കൊക്കെയാണ് എക്സംഷൻ ഉള്ളതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ
100 രൂപയാണ് എല്ലാ നോൺ എക്സെപ്റ്റഡ് കാൻഡിഡേറ്റ്സിനും വരുന്നത്. 100 രൂപയാണ് ഫീ വരുന്നത്. അതും നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ ആണ്. അപ്പൊ പേയ്മെന്റ് മെത്തേഡ് ആസ് യൂഷ്വൽ UPI, ക്രെഡിറ്റ് കാർഡ് എല്ലാം ഉണ്ട്. അടുത്തത് കംപ്ലീറ്റ് ഫീ എക്സംഷൻ ആർക്കൊക്കെയാ വരുന്നതെന്നാണ്. SC ST കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ഉണ്ടല്ലോ എന്തായാലും, പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും, അതുപോലെ XJCOs, NOCs, OR സ്റ്റഡിങ് ഇൻ സൈനിക് സ്കൂൾസ് ഇതിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എക്സംഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും പേർക്കാണ് ഇതിൽ ഫീ എക്സംഷൻ വരുന്നത്. ഇവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. SC ST കാറ്റഗറീസിനും ഫീമെയിൽസിനും ബാക്കിയുള്ള കാറ്റഗറീസിൽ വരുന്നവർക്കും. ഓക്കെ, അടുത്തത് എക്സാമിനേഷൻ സെന്റേഴ്സും ഈ അഡ്മിറ്റ് കാർഡിന്റെയും കാര്യമാണ്. അപ്പം 80+ സെന്റേഴ്സ് അക്രോസ് ഇന്ത്യയിലെ 80+ സെന്റേഴ്സിലാണ് വരുന്നത്. കേരളത്തിൽ നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊച്ചി ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിൽ സെന്റേഴ്സ് വരുന്നത്. ഇനി ബാക്കിയുള്ള സിറ്റീസ്, മേജർ ആയിട്ടുള്ള സിറ്റീസ് ഡൽഹി, ലക്നൗ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, പ്രയാഗ്രാജ് ഇതിലൊക്കെയാണ് വരുന്നത്. അടുത്തത് ഈ അഡ്മിറ്റ് കാർഡ് റിലീസ്ഡ് ഓൺ UPSC വെബ്സൈറ്റ് ഓൺ വീക്ക് ബിഫോർ എക്സാം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് 1 വീക്ക് മുന്നേ സൈറ്റിൽ റിലീസ് ആവുന്നതായിരിക്കും. അതുപോലെ അടുത്തതായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അടുത്തത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 2 ഡേറ്റ്, ഇത് രണ്ടുമാണ് ക്രിട്ടിക്കൽ ഡേറ്റ്സ് വരുന്നത്. ഈ ഡേറ്റിന് മുന്നേ ജനിച്ചവരാവാനും പാടില്ല, ഈ ഒരു ഡേറ്റിന് ശേഷം ജനിച്ചവരാവാനും പാടില്ല. അതായത് 2007 ജൂലൈ 2 മുന്നേ ജനിച്ചവരായിരിക്കരുത്. അതുപോലെ ജൂലൈ 1, 2010 ശേഷവും ജനിച്ചവരായിരിക്കരുത്. അതായത് 18 മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം. ഓക്കെ, അടുത്തത് പിന്നെ അൺമാരീഡ് ആയിട്ടുള്ളവർക്കാണ് കേട്ടോ. 18 മുതൽ 21 വയസ്സ് വരെയുള്ള അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അവർക്കാണ് അവസരം. അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ആർമി വിങ് ഓഫ് NDA ആർമി വിങ്ങിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 12th ക്ലാസ് പാസ് ആണ്, ഓർ ഇക്വാലന്റ് ഫ്രം സ്റ്റേറ്റ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. 12th ക്ലാസ് പാസ് ആണ് മിനിമം പറയുന്നത്. അടുത്തത് എയർഫോഴ്സ് നേവൽ വിങ്സ് ഓഫ് NDA ആൻഡ് INA 10+2 എൻട്രി. അപ്പം എയർഫോഴ്സ് നേവൽ വിങ്സിനും അതുപോലെ നമ്മുടെ നേവൽ അക്കാഡമിയുടെ 10+ എൻട്രി സ്കീമിനും വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ക്ലാസ് പാസ് വിത്ത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഓർ ഇക്വാലന്റ്. അപ്പൊ ഈ 3 സബ്ജക്റ്റ് ആണ് കമ്പൽസറി ആയിട്ട് പറയുന്നത്. ഈ 3 കോഴ്സിലും ഉള്ള 10th ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് അവർ പറയുന്നത്. അടുത്തത് ഇവിടെ ഈ ആർമി വിങ് ഓഫ് NDA വരുവാണെങ്കിൽ ഏത് സ്ട്രീം, +2 ഏത് സ്ട്രീം, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഏത് പഠിച്ചവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അടുത്തത് 12th appearing candidates can apply but must pass and submit proof by 10 December 2026. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് 10 December 2026. അപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. അതുപോലെ തന്നെ അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് നിങ്ങൾ 12th പാസ് അല്ല, അതിൽ 12th ചെയ്യുന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്. ഓക്കെ, അടുത്തത് സെലക്ഷൻ പ്രോസസ് ആണ്. ഇപ്പൊ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. ഓക്കെ, OMR ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും കണ്ടക്ടഡ് ബൈ UPSC. 900 മാർക്സിന്റെ ഒരു റിട്ടൺ എക്സാം ആയിരിക്കും അത്. അതിൽ 2 പേപ്പേഴ്സ് ഉണ്ട്, മാത്സ് 300ഉം അതുപോലെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് അത് 600ഉം. അങ്ങനെ 300 + 600 900 ആണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു SSB സർവീസ് സെലക്ഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും അവര് ചെക്ക് ചെയ്യുന്നത്. അതൊരു 900 മാർക്സിന്റെ ടെസ്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസമായിട്ട് 2 സ്റ്റേജ് ടെസ്റ്റിംഗ്, OIR, PP and DT, ഫിസിയോളജിക്കൽ ടെസ്റ്റ്, GTO, ടാസ്ക്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് സ്റ്റേജ് 3 മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഈ 2 കടമ്പയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതില് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസ് അസസ്മെന്റ് ആണ്. അതുപോലെ തന്നെ അവർ പറയുന്ന ആ ഒരു പ്രൊപ്പോർഷനിലുള്ള ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഹൈറ്റ്, വെയിറ്റ്, വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്, സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ 3 സ്റ്റേജസ് പോകുന്നത്. ഓക്കെ, ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് നോക്കാം. ബേസ്ഡ് ഓൺ ദ റിട്ടൺ പ്ലസ് SSB മാർക്ക് ടോട്ടൽ. റിട്ടൺ എക്സാമിനേഷനും അതുപോലെ ഇന്റർവ്യൂ SSBയുടെയും ചേർത്ത്
900 പ്ലസ് 900 1800 ആണ് ടോട്ടൽ മാർക്സ് വരുന്നത്. സബ്ജക്ട് ടു മെഡിക്കൽ ഫിറ്റ്നസ്, സർവീസ് പ്രിഫറൻസസ് ആൻഡ് അവൈലബിൾ വേക്കൻസീസ്. അപ്പം നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസും സർവീസ് പ്രിഫറൻസസും വേക്കൻസീസും ഒക്കെ വെച്ചിട്ട് ആയിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ടൈ ബ്രേക്കിങ്ങിനായിട്ട് ഹയർ റിട്ടേൺ മാർക്സ്, ഏറ്റവും കൂടുതൽ മാർക്ക് ആണ് നോക്കുന്നത്. അത് ഹയർ GAT മാർക്സ്, ജനറൽ എബിലിറ്റി ടെസ്റ്റിലുള്ള ഹയർ മാർക്സ്. ഇതൊക്കെ നോക്കിയിട്ട് ഏജ് ഓൾഡറും കൂടെ നോക്കിയിട്ടായിരിക്കും ടൈ മാർക്ക് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് UPSC ഡിസിഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നോക്കുക, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.